ഹലോ എവരിവൺ. അപ്പോൾ നെറ്റ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആയിട്ടുണ്ട്. അതിൻ്റെ വിൻഡോസൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള പീരീഡ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള നമുക്കൊരു പീരീഡ്സ് ആണ്. ഓൾറെഡി നമ്മൾ എക്സാം അപ്പിയർ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ തൻ്റെ വീക്ക്നെസ്സുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു പീരീഡും, അതുപോലെ തന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് സിലബസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് നല്ല രീതിയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് എക്സാം നേടണം എന്നുള്ള ഒരു രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒരു വളരെ ക്രൂഷ്യലായിട്ടൊരു പീരീഡാണ് ഇനിയുള്ള ഈ ഒരു 2.5 മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ഫാത്തിമ റഷ എന്നാണ് എൻ്റെ പേര്. ഞാൻ JRF ക്വാളിഫൈഡ് ആണ് സൈക്കോളജിയിൽ. അപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു രീതി വെച്ചിട്ട് തന്നെ നമ്മളുടെ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് തന്നെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്കറിയാം നെറ്റ് എക്സാമിൻ്റെയൊക്കെ സിലബസ് എടുത്ത് നോക്കുന്ന സമയത്ത് 10 മൊഡ്യൂൾസാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസോട് കൂടി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ ഒന്നാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി നമുക്കൊരു നമ്മളുടേതായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വായിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരുപാട് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ വരാറുണ്ട്. ചില ഭാഗങ്ങൾ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നെറ്റാണെങ്കിലും സെറ്റാണെങ്കിലും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ ഫസ്റ്റത്തെ ഒരു ഡെഫിനിഷൻ HC മോറിസൻ്റെ ഒരു ഡെഫിനിഷനാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ടീച്ചിങ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് കോൺടാക്ട് ബിറ്റ്വീൻ എ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ് മെച്യൂർ വൺ വിച്ച് ഈസ് ഡിസൈൻഡ് ടു ഫർദർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ലാറ്റർ. അല്ലേ, നമുക്ക് ഒരു മോർ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ലെസ് മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് കോൺടാക്റ്റാണ്. ആ രണ്ടാമത്തെ ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെച്യൂർഡ് ആയിട്ടുള്ള ആളുകൾ ലെസ് മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കോൺടാക്റ്റാണ് എന്തെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഏജ് വൈസ് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്ക് അറിയാം അഡൾട്ട് ലേണേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മെച്യൂരിറ്റിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ അത്യാവശ്യം നോളജ് ഉള്ള, അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ആരെന്ന് പറയുന്നത്, ടീച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത്രത്തോളം നോളജ് ഇല്ലാത്ത, അതിനെക്കുറിച്ച് അത്രത്തോളം സ്കിൽഡ് അല്ലാത്ത ഒരാളായിരിക്കും നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇൻറ്റിമേറ്റ് കോൺടാക്റ്റ്, അതാണ് എന്ത് ടീച്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് എഡ്മണ്ട് ആമിഡൻ്റെ ഒരു ഡെഫിനിഷനാണ് അടുത്തതായിട്ട് പറയുന്നത്. ടീച്ചിങ് ആസ് ആൻ ഇൻറ്ററാക്റ്റീവ് പ്രോസസ് പ്രൈമറിലി ഇൻവോൾവിംഗ് ക്ലാസ് റൂം ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പീപ്പിൾ ആൻഡ് ഒക്കേഴ്സ് ഡ്യൂറിങ് സർട്ടൻ ഡിഫൈനബിൾ ആക്ടിവിറ്റീസ്. ഇതെന്താണ്, ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സാണെന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് ആവുന്ന സമയത്ത് ടീച്ചറും ലേണറും തമ്മിൽ എന്തുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ പാസിങ് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലാസ് റൂമുകളിൽ വെച്ച് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിഫൈനബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഒരുപാട് നമ്മൾ നിശ്ചിതമായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും സെറ്റ് എക്സാമിൻ്റെ ഒരു ആസ്പെക്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ ഗാന്ധിജി, സ്വാമി വിവേകാനന്ദൻ, ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസൊക്കെ ചില സമയങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മളുടെ സെറ്റ് എക്സാമിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക. നെറ്റ് എക്സാമിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഡെഫിനിഷൻസിൻ്റെ കാര്യങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം ഡെഫിനിഷൻസും കാര്യങ്ങളും. കാരണം ഇത് ഈ രീതിയിലൊക്കെ പല രീതിയിലും ഇതിനെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു ഇൻറ്റിമേറ്റ് കോൺടാക്റ്റ് ഉണ്ട് അവിടെ, ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സാണ് അവിടെ, ഡിഫൈനബിൾ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അല്ലേ, ഇങ്ങനെ മോർ മെച്യൂർഡ് ആയിട്ടുള്ള ആൾ
ലെസ് മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്, ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ നമുക്ക് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിലോട്ട് പോകാം. എന്താണ് അല്ലേ ടീച്ചിങ് എന്നുകൊണ്ട് എയിം ചെയ്യുന്നത് എന്നുള്ളതാണ്, എന്താണ് അതിൻ്റെ ഒരു ഗോൾസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാം അക്വിസിഷൻ ഓഫ് നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചേഴ്സ് എന്ത് കൊടുക്കുന്നു, അല്ലേ, അവർ നോളജ് ആർക്ക് ഇമ്പാർട്ട് ചെയ്യുന്നു, അവരെ മുന്നിലുള്ള ലേണേഴ്സിന് കൊടുക്കുന്നു. അതാണ് അക്വിസിഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ആ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യാം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ടീച്ചിങ്ങിൻ്റെ അടുത്ത ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കൺസെപ്ച്വൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സബ്ജക്ട് സ്പെസിഫിക് സ്കിൽ, ഒരു സബ്ജക്റ്റിൽ എന്ത് ചെയ്യുക, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും എന്താണ് ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു കോഴ്സൊക്കെ ഇപ്പോൾ നമ്മൾ PG കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഡിംഗ് കോഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അതിൻ്റെ കുറേ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ബേസിക് നമ്മളൊരു 5th സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ക്ലാസ് മുതൽ തുടങ്ങുകയാണെങ്കിലും നമ്മളെന്താണ് വിവിധ തരം വിഷയങ്ങളിൽ അതിൻ്റെ ഒരുപാട് കൺസെപ്റ്റുകളും അല്ലേ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മാത്തമാറ്റിക്കൽ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നോളജ് എങ്ങനെ അക്യൂർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് സ്കില്ലുകൾ നമ്മൾ അക്യൂർ ചെയ്യുന്നു. നാച്ചുറലായിട്ടൊക്കെയുള്ള നമ്മളുടെ ഒരു ഇടപഴകൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളുടെ ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള സ്കില്ലും കൺസെപ്റ്റൊക്കെ വളരുന്നതിന് സഹായകമാകുന്ന കാര്യമാണ്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഒരു അടുത്ത ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്കത് പറയാൻ പറ്റും. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ്, അല്ലേ, സൊസൈറ്റിയിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്, പേഴ്സണൽ വാല്യൂസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ് എന്തെന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ കേന്ദ്രം അല്ലെങ്കിൽ സ്കൂളുകൾ എന്ന് പറയുന്നത്. വീടുകളിൽ നിന്ന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സിലൂടെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പിയർ ഗ്രൂപ്പ്സിലൂടെ ഒക്കെ എന്ത് കിട്ടുന്നുണ്ട്, ഒരുപാട് വാല്യൂസ്. സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് വാല്യൂസ്, കാര്യങ്ങൾ, ഒരു നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, കൾച്ചറൽ വാല്യൂസ്, കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഇവിടുന്നാണ് നമ്മളുടെ ഈ ഒരു ടീച്ചിങ്ങിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ ഹെൽപ്പിംഗ് ഡെവലപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലാസ്റ്റായിട്ട് പറയുന്നത് നമ്മളൊരു സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഡിസൈറബിൾ ചേഞ്ചസ് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സൊസൈറ്റിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേഴ്സൺ എങ്ങനെ നല്ല രീതിയിൽ ഇവിടെയുള്ള കൾച്ചറുമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റവുമായിട്ടൊക്കെ ജുഡീഷ്യറി സിസ്റ്റംസുമായിട്ടൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ഒത്തുപോകണം, അതുപോലെ തന്നെ നല്ലൊരു ബിഹേവിയറൽ ഒരു നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളായി ഒരു പൗരനായി സിവിലിയനായിട്ട് മാറുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു പ്രൈമറി ആയിട്ട് അല്ലെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലേ, നമുക്കൊരു സബ്ജക്റ്റിലെ നോളജ് മാത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അല്ലെ ഒരു കുട്ടിയെ ഒരു നല്ലൊരു മനുഷ്യനാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് പ്രൈമറി ഗോൾസ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ദെൻ ടീച്ചിങ്ങിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ലെ, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയാണ്. നമുക്ക് ചില കോഴ്സുകളും അല്ലെങ്കിൽ ചില ഡിഗ്രീസും ഒക്കെ ആവശ്യമുള്ള ഒരു കരിയറാണെന്ന് പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി, PG അതുപോലെ തന്നെ ഇതുപോലെയുള്ള നെറ്റ്, സെറ്റ്, ക്വാളിഫൈഡ് എക്സാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്, ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയാണ്, അതുപോലെ തന്നെ ഒരു സയൻസാണ്, അതുപോലെ തന്നെ ഒരു ആർട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെയും അനലൈസ് ചെയ്തുകൊണ്ടും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സയൻറ്റിഫിക് വ്യൂവിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവരും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആവുക.
അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതെന്താണ്, അതൊരു ആർട്ടും കൂടിയായിട്ട് മാറുന്നുണ്ട്. അതാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്ന് പറയുന്നത്. ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. അവിടെ എന്താണ്, ടീച്ചേഴ്സും സ്റ്റുഡൻസും അതുപോലെ തന്നെ സൊസൈറ്റിയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഡൈനാമിക്, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് കൺസിഡേഴ്സ് ആസ് വൺ ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യൽ അല്ലേ. ഒരുപാട് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ടീച്ചിങ് തന്നെയാണ്. എഡ്യൂക്കേഷൻ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ടീച്ചിങ് തന്നെയാണ്. ഫംഗ്ഷൻ ഈസ് ടു ഇമ്പാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സബ്ജക്റ്റിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, വാല്യൂസ് കാര്യങ്ങളൊക്കെ എന്തുണ്ടാക്കുക, അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ സ്കില്ലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്ത് ടീച്ചിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് പ്രോസസ്സ്. ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ്. നമ്മൾ ആ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ്. ഇവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും അതുപോലെ തന്നെ പാരൻസും മാനേജ്മെൻറ്റും ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് മേക്ക് ലേണിംഗ് എഫക്റ്റീവ്. നമ്മുടെ ലേണിങ്ങിനെ വളരെ എഫക്റ്റീവായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇൻഫോർമൽ ഓർ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് പറയാം. ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലോട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ക്ലാസ് സെറ്റിങ്ങിലൊക്കെ ആവുന്ന സമയത്ത് അതെന്താണ്, ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷനാണ്. അതെല്ലാം നമ്മൾ പുറത്ത് വെച്ചൊക്കെ കുട്ടികളെ കാണുന്ന സമയത്തും അതുപോലെ തന്നെ ചില ബിഹേവിയർ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് അതങ്ങനെയല്ല, ഇത് ഈ രീതിയിൽ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവർക്ക് മാറ്റി തിരുത്തി കൊടുക്കുമ്പോഴൊക്കെ അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള എന്തായിരിക്കും, എഡ്യൂക്കേഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതാണ് ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ടീച്ചിങ് ഉണ്ടെന്ന് പറയുന്നത്. ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ടീച്ചിങ് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ടീച്ചിങ്ങിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയും. അതായത് നമ്മൾ ടീച്ചിങ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്ന രീതിയിൽ, ഇപ്പം നമുക്കറിയാം നമ്മളൊരു ചാപ്റ്റർ എടുക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ബേസിക് ആയ രീതിയിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വളരെ ബേസിക് എന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റേഴ്സ് പോലും വായിക്കാൻ അറിയാത്തൊരു കുട്ടിക്ക് നമ്മൾ പോയിട്ടൊരു പാരഗ്രാഫ് എഴുതാൻ കൊടുക്കുക, പാരഗ്രാഫ് വായിക്കാൻ പറയുക എന്ന് പറയുന്നത് സാധ്യമാവുന്നൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ആദ്യം ലെറ്റേഴ്സ് ഒക്കെ അതിൻ്റെ ശബ്ദം, അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് കൺസോണൻസ് അല്ലെ വവേഴ്സിൻ്റെ ഒക്കെ സൗണ്ട്സ് എങ്ങനെയാണ്, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കും, അവർക്കത് വായിക്കാനുള്ള രീതിയിൽ പഠിപ്പിക്കും. അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കില്ലുകളൊക്കെ ബേസിക്കായ രീതിയിൽ കേർവ്സ് ലൈൻസൊക്കെ വരച്ച് ഇങ്ങനെയുള്ള വളരെ ബേസിക്കായ രീതിയിലാണ് നമ്മൾ ഏതൊരു സബ്ജക്റ്റും എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് എഫക്റ്റീവായ രീതിയിൽ ടീച്ചിങ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫ്രം നോൺ ടു അൺനോൺ അല്ലേ. അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വേണം ആദ്യം നമ്മൾ അറിയാത്ത കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു കാര്യം ആളുകൾക്ക് പുതിയൊരു കാര്യമാണെങ്കിൽ അവർക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം വെച്ചിട്ട് അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ട് അതുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മളെങ്ങനെയാണ് വീട്ടിൽ പാചകം ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അവരെങ്ങനെ അറിയാവുന്ന കുറേ കാര്യങ്ങളും ഡെയിലി ലൈഫിലുള്ള കുറേ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അൺനോൺ നോളജിന് നമ്മൾ നോൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ലിങ്ക് ചെയ്തുകൊണ്ട് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലേ. നമ്മൾ ആദ്യം സിമ്പിളായ രീതിയിലായിരിക്കണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, എന്നിട്ട് വേണം കോംപ്ലക്സിലോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പേഴ്സൊക്കെ പഠിക്കുന്നു. അതിന് ശേഷമാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻസിലോട്ടൊക്കെ നമ്മൾ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും അഡീഷൻ ആണെങ്കിലും അത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാത്തിലോട്ടും നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ ഇതൊക്കെ
അതിലെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് പഠിപ്പിച്ച് അല്ലേ, നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് പഠിപ്പിച്ചതിന് ശേഷമാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസിലോട്ടും അതുപോലെ തന്നെ പിന്നീടുള്ള ഇക്വേഷൻസിലോട്ടും ഒക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ അപ്പോഴാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സർഫസ് ലെവലിൽ നിന്നുകൊണ്ട് ആദ്യം നമ്മൾ പോകണം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഉള്ളിലോട്ട് ആഴത്തിലോട്ട് ചിന്തിച്ച് ഇന്ന രീതിയിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് രീതിയിൽ കൺസെപ്റ്റുകൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും. ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ അല്ലേ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിനെ ജനറലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സൺറൈസ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അല്ലേ, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കും അല്ലേ. നമ്മളെ വീടിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ ഈ ഭാഗത്തു നിന്നാണ് അല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു ദിശയൊക്കെ പഠിപ്പിച്ചിട്ട് ദെൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക സൺറൈസ് എങ്ങനെയാണ്, ഏത് ഭാഗത്തു നിന്നാണ് സണ്ണ് വരുന്നത് അല്ലെങ്കിൽ സൺറൈസ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ഫ്രം ഹോൾ ടു പാർട്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഹോൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ ആദ്യം എടുക്കണം, എന്നിട്ട് വേണം അതിൻ്റെ ഓരോ ഭാഗങ്ങളും അനലൈസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ. ആൻഡ് ദെൻ ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു ഏജ് അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ആ ഒരു അത്തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് ആസ്പെക്റ്റുകൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ എന്നുള്ളതാണ്. ഫ്രം അനലിസ് ടു സിന്തസിസ്. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ കാര്യത്തിനെ കമ്പോണൻ്റ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യുക, ഓരോ കമ്പോണൻറ്റിനും മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ അതിനെ കണക്ട് ചെയ്യുന്ന രീതി, സിന്തറ്റിക് ആയിട്ട് രീതിയിൽ കണക്ട് ചെയ്ത് നമ്മൾ പോകാൻ. അപ്പോൾ ആദ്യം നമ്മൾ കുറേ കൺസെപ്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കും, എന്നിട്ട് അതിനെ ഓരോന്നിനും നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. ഫ്രം സീൻ ടു അൺസീൻ അല്ലേ, കാണുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ ഇതെങ്ങനെയായിരിക്കും, ഇത് വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കണം നമ്മളുടെ ടീച്ചിങ് പോവേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ആ ഒരു ടീച്ചിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുകയും ചെയ്യുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ചും ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ എന്താണോ അവർക്ക് ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്താണോ അറിയേണ്ടത് അല്ലെങ്കിൽ എത്തേണ്ടത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് എത്തണം, അത് വളരെ എഫക്റ്റീവായ രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ കോംപ്ലക്സ് ആയ രീതിയിൽ സയൻറ്റിഫിക്കായ വേർഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ബോറടിപ്പിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കും തന്നെ ബോറടിക്കും. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. സോ ഈ കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ടീച്ചിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്നാണ് ഇതിനെ പറയാം. അടുത്തതാണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു ഏരിയ ആണ്, എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. പ്രത്യേകിച്ചും സെറ്റ് എക്സാമിനൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് വളരെ സിമ്പിളായിട്ടൊരു ഭാഗമാണ്, പക്ഷേ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടീച്ചിങ്ങിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് 3 ലെവൽസാണ് നമുക്കുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇത് മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജാണ്. മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ഹെർബർട്ടാണ് ഈ ഒരു മെമ്മറി ലെവൽ എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റിമുലസ് റെസ്പോൺസാണ്. നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ ചെറിയ റെസ്പോൺസ്, ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് അവിടെ നടക്കുന്നത് മെമ്മറി ലെവലിൽ ടീച്ചിങ് അല്ലെങ്കിൽ ലേണിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു പദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നു, അവരത് കാണാതെ റിസൈറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, മെമ്മറി ലെവലിൽ വരുന്ന കാര്യമാണ്. ഇവിടെ പ്രധാനമായിട്ടും എന്ത് വരുന്നില്ല, അത്രത്തോളം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ആവശ്യമില്ല. കുട്ടി ജസ്റ്റ് ഒന്ന് അത് പഠിച്ചെടുക്കുക, അത് എന്താണ് അതുപോലെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്താണോ പറഞ്ഞു കൊടുത്തത് അത് അതുപോലെ നമുക്ക് തിരിച്ച് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് മെമ്മറി ലെവലിൽ വരുന്നത്. ഇതിൻ്റെ ഇവാലുവേഷൻ വരുന്നത് ഓറലായിട്ടുള്ള രീതിയിൽ അല്ലേ, നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർ തിരിച്ച് നമുക്ക് ഓറലി അത് റിട്ടേൺ ചെയ്ത് തരും. അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ റിട്ടേൺ ആയിട്ടും ഇതിന് ഇവാലുവേഷൻ നടക്കുന്നുണ്ട്, എസ്സേ ടൈപ്പൊക്കെ ആയിട്ടും ഒക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ എന്താണ്, കുട്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടി അത് കാണാതെ പഠിക്കുക എന്നുള്ള രീതി ഉണ്ടല്ലോ, റൂട്ട് ലേണിംഗ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ പ്രധാനമായിട്ടും മെമ്മറി ലെവലിൽ നടക്കുന്നത്. ഓർത്ത് വെക്കുക, ഹെർബർട്ടാണ് ഈ മെമ്മറി ലെവൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇനീഷ്യൽ സ്റ്റേജാണ്. ഇവിടെ ഇൻ്റലക്ച്വൽ സ്കില്ലൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ആൻഡ് ദെൻ അതിന് കുറച്ച് ഹയർ ആയിട്ടുള്ളൊരു ലെവലാണ് അണ്ടർസ്റ്റാൻഡ് ലെവൽ എന്ന് പറയുന്നത്. മോറിസൺ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. HC മോറിസൺ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്, മെമ്മറിയും കുറച്ചും കൂടി അതുപോലെ തന്നെ ഇൻസൈറ്റും കൂടി കുട്ടിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇൻ്റലക്ച്വൽ ബിഹേവിയർ കുട്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു കാര്യത്തിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൺസെപ്റ്റിനെ അതുപോലെ റൂട്ട് ലേണിംഗ് ചെയ്യുന്നതിന് പകരം അതിനെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡ് ലെവലിൽ വരുന്നത്. ഇത് അതുപോലെ തന്നെ ബോത്ത് essay ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ നമുക്കിതിൻ്റെ ഇവാലുവേഷൻ നടത്താം. ഓർത്ത് വെക്കുക, ഇത് മെമ്മറി ലെവലിൽ കുറച്ചും കൂടി മുകളിൽ വരുന്നതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ളത്. ആൻഡ് ദെൻ റിഫ്ലക്റ്റീവ് ലെവൽ, ഏറ്റവും ഹയർ ആയിട്ടുള്ള ലെവലാണ് ഏത്, റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഹണ്ടാണ് ഏത് റിഫ്ലക്റ്റീവ് ലെവൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹണ്ടാണ് റിഫ്ലക്റ്റീവ് ലെവൽ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചും കൂടി മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്താണ് ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ. അതുപോലെ തന്നെ ഇതൊരു പ്രോബ്ലം സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് ലെവലാണ്. അതായത് നമ്മളൊരു കാര്യത്തെ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ എങ്ങനെ നേരിടുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സെറ്റിങ്ങിൽ ഒരു കാര്യത്തെ കുട്ടി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ. അവർ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ലെവൽസ് ഓഫ് ടീച്ചിങ് നമ്മൾ പറഞ്ഞു. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറയാം. മെമ്മറി ലെവൽ ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റേജാണെന്ന് ഓർത്ത് വെക്കുക. ഹെർബർട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഓർത്ത് വെക്കുക, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെയുള്ള റൂട്ട് ലേണിംഗ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ്, സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് ടീച്ചിങ് ലേണിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർത്ത് വെക്കുക, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജാണെന്ന് ഓർത്ത് വെക്കുക. അണ്ടർസ്റ്റാൻഡ് ലെവലാവുന്ന സമയത്ത് മെമ്മറി ലെവലിൻ്റെ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ലെവലാണ്. അതായത് കുറച്ചും കൂടി മെമ്മറിയും ഇൻസൈറ്റും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയൊക്കെ കുറച്ചും കൂടി യൂസ് ചെയ്യേണ്ട ഒരു ലെവലാണ് അണ്ടർസ്റ്റാൻഡ് ലെവൽ എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് കുറച്ചും കൂടി ഷാർപ്പനായിട്ട് ചെയ്യുന്ന ഒരു ലെവലാണ് അണ്ടർസ്റ്റാൻഡ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് റിഫ്ലക്റ്റീവ് ലെവലാവുന്ന സമയത്ത് എന്താണ്, ഒരു പ്രോബ്ലം സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡാണിത്. ഒരു പ്രോബ്ലംസിനെ എങ്ങനെയൊക്കെ നേരിടാം എന്നുള്ള കാര്യങ്ങളായിരിക്കും റിഫ്ലക്റ്റീവ് ലെവലിൽ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ റീസണിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും തോട്ട് പ്രോസസ്സും ഒക്കെ എന്താണ് ഇവിടെ വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ റിഫ്ലക്റ്റീവ് ലെവലിൽ കുട്ടിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. Okay, so that is all about level of teaching. ഇനി നമ്മൾ പോകുന്നത് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. നമുക്കറിയാം, നമ്മൾ രണ്ട് വിധത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സും ഉണ്ട്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്സും ഉണ്ട്. ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു കൺവെൻഷണൽ മെത്തേഡ്, ലെക്ചർ മെത്തേഡൊക്കെ ഉണ്ടല്ലോ. ടീച്ചേഴ്സിന് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു തരത്തിലൊരു ടീച്ചർ സെൻറ്റേർഡാണ്. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റോളും ഇവിടെ ഇല്ല. ഞാൻ എന്താണോ പറയുന്നത് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് അതുപോലെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സോ ദാറ്റ് ഈസ് എ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡ്. ടീച്ചർക്കാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ പാസീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അവർ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർക്കാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. വളരെ ഫ്ലെക്സിബിലിറ്റി കുറവായ ഒരു ടീച്ചേഴ്സ് മെത്തേഡാണ് ടീച്ചർ സെൻറ്റർ മെത്തേഡ്. സ്റ്റുഡൻസിന് ഇതിൽ മാറ്റങ്ങൾ തിരുത്താനൊന്നും പറ്റില്ല. ഞാൻ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഞാൻ ഡിഫൈനബിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏരിയാസ് പ്രിപ്പയർഡായി വന്നിട്ടുണ്ടാകും. ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനൊന്നും, അല്ലെങ്കിൽ സ്റ്റുഡൻസിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനൊന്നും പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് എ ഫ്ലെക്സിബിലിറ്റി കുറവായിട്ടുള്ള ഒരു ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡാണ് ഇത് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നു, സ്റ്റഡി മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നു, ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യുന്നു, എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നു. സ്റ്റുഡൻസ് ജസ്റ്റ് പാസീവായിട്ട് അതെല്ലാം ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ വീഡിയോ പ്രസൻറ്റേഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള റെക്കോർഡ്സ് ഒക്കെ കൊടുക്കുന്നത് ഒരു തരത്തിലൊരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ് ആവുന്ന സമയത്ത് എന്താണ്,
നമ്മളുടെ ഒരു മോഡേൺ സിസ്റ്റമാണിപ്പോൾ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കമ്മീഷൻസിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്സൊക്കെ വന്നിട്ടുള്ളത്. റിലേറ്റീവ്ലി മോഡേൺ ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണ് ഇവിടെ കുറച്ചും കൂടി ഫോക്കസ് എന്ന് പറയും. ഇൻസ്ട്രക്ടറെക്കാളും ഫോക്കസ് ചെയ്യുന്നത് പറയുന്നത് ആരാണ്? സ്റ്റുഡൻസിനെയാണ്. സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, അവരുടെ നീഡിനനുസരിച്ച് എന്തെല്ലാമാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിനായിരിക്കും കുറച്ചും കൂടി അല്ലേ. ടീച്ചേഴ്സ് വന്നിട്ട് ഇന്ന് എന്താ പഠിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ബട്ട് സ്റ്റുഡൻസ് പറയുന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് സ്റ്റുഡൻസിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, അവരുടെ നീഡ്സിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇവാലുവേഷൻ ചെയ്യുന്നത് ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസും അതിൻ്റെ കൂടെ ഇവാലുവേഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ എന്താണ്? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സുകളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മളൊരു ക്ലാസ് റൂമിലൊക്കെ പോകുന്ന സമയത്ത് ഈ 2 മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്, സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സാണ് നമ്മൾ എഫക്റ്റീവായിട്ടൊരു ടീച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറ്. ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചർ സെൻറ്റേർഡ് ആകും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് നമ്മളത് എന്ത് ചെയ്യും? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള രീതിയിലോട്ട് മാറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലും ഗ്രൂപ്പ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡിലെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു മാത്സ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലെക്ചർ മെത്തേഡായിരിക്കും. ആക്റ്റീവായ രീതിയിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ ടീച്ചേഴ്സ് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരു എന്താണ് ഡൊമൈൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ ടീച്ചറായിരിക്കും. ആ രീതിയിൽ ലെക്ചർ മെത്തേഡ് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ വലിയൊരു ക്ലാസ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രൊഫസർ നിന്ന് ക്ലാസ് എടുക്കുന്ന ആ രീതിയൊക്കെ ഓർത്ത് വെച്ചാൽ ലെക്ചർ മെത്തേഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റുഡൻസിന് യാതൊരു റോളും ഇല്ല. അതുപോലെ തന്നെ ലേണേഴ്സിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇവിടെ സോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ ലേണേഴ്സിന് അത് മനസ്സിലായോ എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ ലേണിംഗ് പ്രോഗ്രസ്സിനെ ചെക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എക്കണോമിക്കലി നല്ല ഒരു കുറച്ചും കൂടി എളുപ്പമുള്ളൊരു കാര്യമാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് ലെക്ചർ മെത്തേഡിലൂടെ പറ്റുമെന്നുള്ളതാണ്. ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻസിനും കൂടി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും അത്. ഒരുപാട് ടൈം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻട്രപ്ഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഇൻട്രപ്ഷൻസ് ഒന്നും വരില്ല എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ദെൻ ടീം ടീച്ചിങ് മെത്തേഡ്. ടീം ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികം ടീച്ചേഴ്സ് പ്ലാൻ ചെയ്തുകൊണ്ട് എന്താ പറയുക ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതിനാണ് ടീം ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്കൽറ്റീസ് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അതിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, പല ടീച്ചിങ് മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ് ടീം ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിനെ വളരെ നല്ല രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നല്ലൊരു ക്വാളിറ്റി ഉള്ള രീതിയിൽ ലേണിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്ലേ, ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടസ് ആയിട്ട് നമുക്ക് തോന്നാം. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർ തന്നെ തമ്മിലൊരു ഒരുപാട് കൊളാബറേഷൻ നടന്ന് അതിന് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്ലാനിങ്ങിനും ഷെഡ്യൂൾ ചെയ്യാനും ഒക്കെ എന്താവശ്യമാണ്, ടൈം റിക്വയർഡായിട്ട് വരുന്നുണ്ട്. സോ അതാണ് ടീം ടീച്ചിങ്. പിന്നെ വരുന്നതാണ് ടി വി വീഡിയോ പ്രസൻറ്റേഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്താണ്, അതൊരു വീഡിയോ പ്രസൻറ്റേഷനാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെയും കാണുന്നില്ല, പക്ഷേ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, പ്രത്യേകിച്ചും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വെച്ചതിന് ശേഷം നിങ്ങൾക്കത് എത്തിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ
നമ്മളുടെ സ്വയംപ്രഭ അങ്ങനെയുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ അല്ലെ വിക്ടറി ചാനൽ അങ്ങനെയുള്ള ഒരുപാട് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ കൊടുക്കുന്ന എന്താണ് ഒരുപാട് നോളജ് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും യാതൊരു റോളും ഇല്ല, അതിനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. PPTകൾ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്പെസിമെൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ TV വീഡിയോ പ്രസൻറ്റേഷൻസിൻ്റെ ഒക്കെ നമുക്ക് റിമോട്ട് ഏരിയാസിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വിദ്യാഭ്യാസം എത്താത്ത അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഉള്ളേരിയയിലുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ട്രൈബൽ ഏരിയസിലൊക്കെ എന്താണ് കുട്ടികൾക്ക് ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കുന്നതോടുകൂടി വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ നല്ല ക്ലാസ്സുകൾ അത്തരം റിമോട്ട് ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾക്ക്, വില്ലേജസിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് എത്തിപ്പെടും എന്നുള്ളത് വളരെ നല്ല ഒരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ അഡ്വാൻറ്റേജസുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് 2-way കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ടെലികാസ്റ്റിങ്ങിൻ്റെയും ഷെഡ്യൂളിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇനി ഇൻ്റർനെറ്റ് കണക്ഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഫെസിലിറ്റീസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ഇതിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. എനിവേ ഒരുപാട് അഡ്വാൻറ്റേജുകളുള്ള ഒരു കാര്യമാണ് TV വീഡിയോ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ലേണേഴ്സ് പ്രധാനമായിട്ടും ഒരു അഡൾട്ട് ലേണറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ദെൻ ലേണിംഗ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡിൽ വരുന്നതാണ് അസൈൻമെൻറ്റ്, കേസ് സ്റ്റഡിയൊക്കെ. അസൈൻമെൻറ്റ് എന്താണ്, നമുക്കൊരു അഡീഷണൽ നോളജ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താലും അതിൽ കുറച്ചും കൂടി ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു റിസർച്ച് കാര്യങ്ങളിൽ ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. അവർ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ അവരുടെ ഒരു കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഷാർപ്പൺ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ അസൈൻമെൻറ്റ് പോലുള്ള മെത്തേഡ്സുകൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഒരു കോപ്പിയിങ്ങിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഇന്ന് ഗൂഗിളൊക്കെ വളരെ നല്ല രീതി, അതുപോലെ തന്നെ ChatGPT പോലുള്ള AI ഒക്കെ നിലവിലുള്ള സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള അസൈൻമെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ അതൊക്കെ കോപ്പി ചെയ്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. എനിവേ നമ്മൾ ആ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തൊന്നാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്താണ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആക്റ്റീവായിട്ട് വളരെ ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, കുറച്ചും കൂടി റിയൽ ലൈഫ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഒരു IV ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നതൊക്കെ എന്താണ്, അതൊക്കെ ഒരു കേസ് സ്റ്റഡി മെത്തേഡാണ്. അപ്പോൾ എന്താണ്, കുറച്ചും കൂടി ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ട് അവരിപ്പോൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ എബിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കേസ് സ്റ്റഡി മെത്തേഡ്സൊക്കെ ഹെൽപ്ഫുള്ളാണ് എന്ന് നമുക്ക് പറയാം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും അല്ലേ, കുട്ടികളെ ആക്റ്റീവായിട്ട് അതിൽ വളരെ നല്ല രീതിയിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഇത് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്ന ലേണർ സെൻറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഇതിന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ചില സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് ഇത്തരം കേസ് സ്റ്റഡി മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അടുത്തതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ആപ്പിൻ്റെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെയൊക്കെ എന്താണ്
ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി എന്താണ് നമ്മൾ സെൽഫ് ബേസ്ഡ് ആയിട്ട് രീതിയിൽ സ്വയം നമ്മളിരുന്ന് പഠിക്കുന്നതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു വെബ്സൈറ്റ് പറയുന്ന രീതിയിൽ പഠിച്ചെടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഓരോ രീതിയിൽ നമ്മളത് പഠിച്ചെടുക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ സീക്വൻസ് ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും. നമ്മൾ ചെയ്തത് കറക്റ്റാണോ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് റെഗുലർ ഫീഡ്ബാക്കുകളൊക്കെ കിട്ടും. അപ്പോൾ എന്താണ് ഒരു സെൽഫ് ബേസ്ഡ് ആയ രീതിയിൽ നമുക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ചില കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ഒരു ലേണറിൻ്റെ പാർട്ടിസിപ്പേഷൻ നല്ല ആക്റ്റീവായിട്ട് ഇതിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു ലേണറിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ്റെ ഒരു കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും ഇന്ന് വേണ്ട, അല്ലെങ്കിൽ മതിയാക്കാം എന്നുള്ള രീതിയിൽ. കാരണം പ്രത്യേകിച്ച് ആരും നമ്മളെ ഗൈഡ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ സ്വയം ഇരുന്ന് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നെറ്റ് എക്സാം കോച്ചിങ്ങുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കോഴ്സ് വാങ്ങുന്നതോടുകൂടി എന്താണ് പിന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അവർ കുറേ റെക്കോർഡ്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ തരും. ഓരോ ദിവസം അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ മോട്ടിവേഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു എയിമിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. അതൊക്കെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ലേണിംഗ് മെത്തേഡ്. അടുത്തൊന്നാണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ മാസ്റ്റർ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്രോക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് നമുക്ക് ഉണ്ടായിരിക്കും. ഒരു ഫൈനൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളുടെ ഒരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ മറ്റൊന്നാണ് പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതേ രീതിയിലൊക്കെയുള്ള കോഴ്സുകളൊക്കെ തന്നെയാണ് എന്ത് ഇപ്പോൾ നമ്മളൊരു ഓൺലൈനായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് ഏതെങ്കിലും ഇപ്പോൾ ഒരു തെറാപ്പീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ CBT എന്ന് പറയും, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഞാനൊരു സൈക്കോളജിയിൽ ഒരാളായതുകൊണ്ടാണ് ഞാൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു തെറാപ്പി സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു പ്രത്യേകമായിട്ടുള്ള സബ്ജക്റ്റിൽ വളരെ മാസ്റ്റർ ആവുകയാണ് നമ്മൾ. അതുപോലെ തന്നെ സെൽഫ് ബേസിംഗ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വയമായിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രോക്ടീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലും പ്രധാനമായിട്ടും ഒരു മാസ്റ്ററി ലേണിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്, സ്വയം ഇരുന്ന് പഠിക്കുന്ന രീതികളൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഒരു സൈക്കോമോട്ടർ അഫക്റ്റീവ് ഡൊമൈൻസ് അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു ഓൺലൈനായിട്ടൊരു കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കുന്ന കാര്യമായിരിക്കില്ല. കാരണം അയാൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൈക്കോമോട്ടർ ഡൊമൈൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ട ആളുകൾക്ക്, പ്രാക്ടിക്കലായിട്ടുള്ള നോളജുകളൊക്കെ അക്വയർ ചെയ്യേണ്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ പഠിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ തന്നെ തെറാപ്പീസിനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ള ചില സബ്ജക്റ്റ് വൈസ് ചെറിയ കോഴ്സുകളൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തതാണ് ഓപ്പൺ ലേണിംഗ് എന്ന് പറയുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓപ്പൺ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മെത്തേഡ്സ് ഒക്കെ എന്താണ് ഓപ്പൺ ലേണിംഗ് ആണ്. അപ്പോൾ അവിടെ എന്താണ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിന് അയാൾ സ്വയം ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. റെഗുലർ ക്ലാസ്സുകളൊന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്താണ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഇഗ്നോ പോലുള്ള അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് മെറ്റീരിയൽസ് നമ്മുടെ വീട്ടിലോട്ട് എത്തും. അത് നമ്മൾ പഠിക്കുന്നു. ഇടയ്ക്ക് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാകുന്നു, ചിലപ്പോൾ ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാവില്ല.
പിന്നെ നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, നല്ല ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ടായിരിക്കും. ടീച്ചർ നല്ല ഒരു രീതിയിൽ എപ്പോൾ വേണം പഠിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ടായിരിക്കും. പക്ഷേ എന്താണ്, ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് അക്വയർ ചെയ്യേണ്ട സബ്ജക്റ്റുകൾക്കൊന്നും ഇത് അത്രത്തോളം സ്യൂട്ടബിൾ അല്ല. ഒരു ഇംഗ്ലീഷ്, ഫിലോസഫി, സൈക്കോളജി അങ്ങനെയുള്ള ചില സബ്ജക്റ്റുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഓപ്പൺ ലേണിംഗ് സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള നോളജുകൾ, ബോട്ടണി പോലെയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ലാബുകൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ രീതിയിലുള്ള കോഴ്സുകൾ, അത് സിവിൽ എഞ്ചിനീയറിങ് ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ എന്താണ് സൈക്കോമോട്ടർ എഫക്റ്റീവ് ലേണിംഗ് അത്യാവശ്യമായിട്ടുള്ള എന്താണ് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത്തരം സബ്ജക്റ്റുകൾക്കൊന്നും ഇത് പറ്റില്ല. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എക്സ്പെർട്ടൈസ്, ടൈം എന്നുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വളരെ ചിലവേറിയ ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെ ഒരു റാപ്പിഡായിട്ടുള്ള ചേഞ്ച് പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല എന്ത് ഓപ്പൺ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത ഒന്നാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് അല്ലെങ്കിൽ CAL എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളൊരു കോഴ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു പേഴ്സണലൈസ്ഡും അതുപോലെ തന്നെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പോലൊക്കെ തന്നെയുള്ള ഒന്ന് തന്നെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് എന്നും പറയുന്നത്. അപ്പോൾ ഇവിടെ സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ക്വിക്കായിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എഫക്റ്റീവായ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ എന്താണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ് ഇത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ഒക്കെ പറയുന്നത്. അടുത്തൊന്നാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, കുട്ടികൾ തന്നെ സ്വയം കണ്ടെത്തി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, കുട്ടികൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന അവർ അതിനെക്കുറിച്ച് സ്വയമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആംസ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഒരു എൻക്വയറി അതുപോലെ തന്നെ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു സെൽഫ് ലേണിങ്ങിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരു ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സൊസൈറ്റിയുടെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് നമ്മുടെ ലൈഫിൽ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഒരു പബ്ലിക് റെസ്പോൺസ് എങ്ങനെയാണ് ഒരു വിഷയത്തെക്കുറിച്ച്, ആളുകളുടെയൊക്കെ റെസ്പോൺസ് എന്താണ്, ആളുകൾ എന്താണ്, അങ്ങനെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ഒരു ഇന്ന സബ്ജക്റ്റിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്വയം കുട്ടികൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, അസൈൻമെൻറ്റ് പോലെയൊക്കെ കൊടുക്കുന്നതൊക്കെ എന്താണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സിൽ നമുക്ക് പറയാൻ പറ്റും. അവർ സ്വയം എന്താണ് അവർ എഫേർട്ട് എടുത്തുകൊണ്ട് അവർ നോളജിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വയം ഓരോ കാര്യങ്ങളും കണ്ടെത്തി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഒന്നാണ് മിക്സഡ് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ടീച്ചർ സെൻറ്റേർഡും ലേണർ സെൻറ്റേർഡും എല്ലാം കൂട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ടീച്ചിങ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിലെന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷൻസ് ചെയ്യുന്നത് അല്ലേ, ഒരു ഡെമോക്രാറ്റിക് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആവുന്നു, ബാക്കി സ്റ്റുഡൻസ് ആണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അവരുടെ ഒപ്പീനിയൻസും അവരുടെ ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവർ പറയുന്നു. അത് നമ്മൾ ഒരാൾ നോട്ട് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു കാര്യത്തെ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. ഫോർമൽ ഡിസ്കഷൻസും ഉണ്ട്. അവിടെ ചില പ്രത്യേക സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അല്ലേ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഫോർമൽ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ക്ലാസ്സിൽ നടത്തുന്നതൊക്കെ ക്ലാസ് ഡിസ്കഷൻസ് ആണ്. അപ്പോൾ
ഇവിടെ എന്താണ് കുറച്ചും കൂടി ഒരു തിങ്കിങ് പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ഇപ്പോൾ ഒരു കാര്യം ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരതിനെക്കുറിച്ച് പല രീതിയിൽ വളരെ വ്യത്യസ്തമായ ആസ്പെക്റ്റുകളിലൂടെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് വർക്കിംഗ്, അതുപോലെ തന്നെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യാം അല്ലെ. ഗ്രൂപ്പായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അതല്ല, അതിനേക്കാൾ ശരി ഇതല്ല എന്ന രീതിയിൽ ഗ്രൂപ്പ് തിങ്കിങ് ഒക്കെ അതിനൊക്കെ ഹെൽപ്ഫുൾ ആക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അതുപോലെ തന്നെ ഒരുപാട് ടൈം ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അതുപോലെ തന്നെ ചില സമയത്ത് അതിൻ്റെ ഒരു ട്രാക്ക് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോകാനും അതുപോലെ തന്നെ ചില സമയത്ത് വിഷയത്തിൽ നിന്നും തെന്നി പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലുള്ള ഒന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ചിലപ്പോൾ ചില ബഹളങ്ങളിലോട്ടൊക്കെ പോകാനുള്ള, അതുപോലെ വളരെ നോയ്സി ആയിട്ടുള്ള ഒന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സും ഇഷ്യൂസൊക്കെ തമ്മിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഒരു ഡൊമിനൻ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ടീച്ചേഴ്സിനേക്കാളും ഡൊമിനൻ്റ് ആയിട്ട് മാറാനും അല്ലേ, കാര്യങ്ങൾ അവർ സ്വയം ചെയ്യുന്ന രീതിയിൽ അവർ ഡൊമിനൻ്റ് ആയിട്ട് മാറാനൊക്കെ ഉള്ള ചാൻസ് ഉള്ള ഒന്നാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സെമിനാർ എന്ന് പറയുന്നത്? സെമിനാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻസും കാര്യങ്ങളും അനലൈസിസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് തറവായിട്ടുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സെമിനാറുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്? വളരെ ടൈം കൺസ്യൂമിങ് ആണ്, സ്ട്രെസ്ഫുൾ ആണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് നല്ല രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള റിസർച്ചും അതുപോലെ തന്നെ റീഡിങ്സും കാര്യങ്ങളൊക്കെ സെമിനാറുകൾക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല ഇതിന് ശേഷം ഡിസ്കഷൻസും അനാലിസിസും ഒക്കെ വരുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ എന്തായിരിക്കണം? പ്രിപ്പയർഡ് ആയിരിക്കണം. വളരെ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ഒന്നാണ് സെമിനാറുകൾ. അപ്പോൾ ഒരു ഓഡിയൻസിന് മുന്നേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റേതായ രീതിയിലൊരു സ്ട്രെസ്സ് ഇതിനുണ്ടായിരിക്കും. ഹൈ ലെവൽ ഓഫ് ട്രെയിനിങ്ങും അറ്റൈൻമെൻറ്റൊക്കെ ഇതിനാവശ്യമാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഒന്നാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സ്മാൾ ഗ്രൂപ്പ് അല്ലെ, ഒരു 6-8 ആളുകൾ ചേർന്നിട്ട് ഒരു പാനൽ ഉണ്ടായിരിക്കും. അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയിൽ ആളുകളുണ്ടായിരിക്കും. എന്നിട്ട് ഒരു ഓഡിയൻസിന് മുന്നിൽ ഇൻഫോർമലായിട്ട് രീതിയിൽ ഡിസ്കഷൻ ചെയ്യുന്നതാണ് പാനൽ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പാനൽ ഡിസ്കഷൻസ്. 5-6 പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയാൻ അറിയാവുന്ന ആളുകൾ കുറച്ച് പാനൽസ് ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും? ഓഡിയൻസിന് മുന്നിൽ ഈ ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓഡിയൻസിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വരും. അതാണ് പാനൽ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്സുകളെ കുറിച്ചും ഒരുപാട് ഒപ്പീനിയൻസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് പാനൽ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. എക്സ്പേർട്സിൻ്റെ ഒക്കെ ഒപ്പീനിയൻസും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഇതിൽ എക്സ്പേർട്ടിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ അടുത്താണ് ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്രൂപ്പ് വർക്ക് എന്നുള്ളതാണ്, ഗ്രൂപ്പ് തിങ്കിങ് എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരുപാട് ഐഡിയാസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ടോപ്പിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്റ്റുഡൻസ് പല രീതിയിലും അവരുടെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്. അവരുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ തിങ്കിങ്ങിനെ വളരെ ഫാസ്റ്റനാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു ലാർജർ പാർട്ടിസിപ്പേഷൻ നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക്കലി അത്രത്തോളം പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ചെന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നതൊക്കെ എന്താണ്? അതൊരു ബ്രെയിൻ സ്റ്റോമിങ് മെത്തേഡ്. അപ്പോൾ അവർ ഒരുപാട് തലങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്നായിട്ട് ക്വിക്കായിട്ട് നമുക്ക് ആൻസേഴ്സ് തരുന്നതാണ്. അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലല്ല
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് പറയാൻ പറ്റുന്നത് സിസ്റ്റമാറ്റിക് അല്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ റിലക്റ്റൻസിനുള്ള ചാൻസ് ഉണ്ട്. ചില കുട്ടികൾ മിണ്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ആൻസേഴ്സ് പറയുന്നത്. ബാക്കിയുള്ളവർ അവിടെ ഞാൻ മിണ്ടേണ്ട ആവശ്യമില്ലല്ലോ, ബാക്കിയുള്ളവർ പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ റിലക്റ്റൻ്റ് ആയിട്ടിരിക്കാനുള്ള ചാൻസും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അടുത്താണ് പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് മെത്തേഡിൽ ഒരു സ്മോൾ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ കൊടുക്കുന്നതൊക്കെയാണ് പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ ടീം വർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് മെത്തേഡ്സ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമാണ്. ചിലപ്പോൾ ചില സമയത്ത് അത് വിചാരിച്ച രീതിയിൽ അതിൻ്റെ ഒരു എയിം കണ്ടെത്താതെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അഡീഷണൽ റിസോഴ്സസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനിവേ ഇതൊക്കെ നമ്മുടെ മിക്സഡ് മെത്തേഡിൽ വരുന്നതാണ്. പിന്നെയുള്ളതാണ് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് റോൾ പ്ലേയിങ് മോഡൽസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻട്രാക്ഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻസൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിനെ കുറിച്ച് ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു റോൾ പ്ലേയിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ ഒരു തെറാപ്പി സിസ്റ്റം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരാൾ തെറാപ്പിസ്റ്റ് ആവുന്നു, ഒരാൾ കൗൺസിലർക്ക് ക്ലയൻ്റായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ റാപ്പോ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ റോൾ പ്ലേയിങ്ങിലൂടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഇതിൽ കിട്ടുന്നതാണ്. അവർക്ക് പ്രോബ്ലം സോൾവിങ്ങിന് പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നേരിട്ട് കണ്ടുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അടുത്തൊന്നാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ രീതിയിലൂടെ ആയിരിക്കില്ല ചിലപ്പോൾ ശരിയായ രീതി, അപ്പോൾ അതിനെ വേറെ രീതിയിലും കൂടി നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ രീതിയിലും കൂടി അതിനെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ചേഞ്ച് വരുത്താനൊക്കെ റോൾ പ്ലേയിങ് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒരു റിസൾട്ട് ആയിരിക്കില്ല കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില സമയത്ത് കോംപ്ലക്സ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിന് എതിരായിട്ടുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റിസോഴ്സസ് ഇതിനാവശ്യമാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കണ്ടീഷനാണ് പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു സെയിം കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പൈലറ്റിനൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മളിങ്ങനെ ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അല്ലേ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇതൊക്കെ നിൽക്കിയാൽ വിമാനം പറക്കും എന്നുള്ളതല്ലല്ലോ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു സിറ്റുവേഷനിലോട്ട് അവരെ നേരിട്ട് കൊണ്ടുപോയി അവരെ ആ ഒരു ഫ്ലൈറ്റിൽ ഇരുത്തി ഏതെല്ലാം രീതിയിലാണത് മൂവ് ചെയ്യേണ്ടത്, എവിടേക്കാണ് അതിൻ്റെ എല്ലാം അതെങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ള കാര്യം നേരിട്ട് ആ ഒരു സിറ്റുവേഷനിലോട്ട് കണ്ടീഷൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ അവർക്ക് ആ ഒരു കണ്ടീഷൻ നിന്നുകൊണ്ട് അതേ സെയിം സ്റ്റിമുലേഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ട്രെയിനിങ് ഒക്കെ ആവശ്യമുള്ള ലേണിംഗ് സെറ്റപ്പിലാണ് സിമുലേഷൻസ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. കുറച്ചും കൂടി ഒരു എക്കണോമിക്കൽ ചിലവ് കൂടിയ ഒരു കാര്യമാണ് സിമുലേഷൻസ്. അതുപോലെ തന്നെ സേഫ്റ്റി ആസ്പെക്റ്റുകളൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ മിഷനറി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണ്ടതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവാണ്. എല്ലാ കോഴ്സുകൾക്കും അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല ഇത്തരം കോഴ്സുകളൊക്കെ എന്ന് പറയുന്നത്.